الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവന് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്കാമുൻ നൂൻ സാക്കിന വ തൻവീനിൻ്റെ 30ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇതുവരെയായി അഹ്കാമുൻ നൂൻ സാക്കിന വ തൻവീൻ അതിൻ്റെ നിയമങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഹുറൂഫുൽ ഹിജ 28 അക്ഷരങ്ങൾ. ആ 28 അക്ഷരങ്ങൾക്ക് മുമ്പായി സുക്കൂനായ നൂനോ തൻവീനോ വന്നാൽ അതിനെ 4 നിയമങ്ങളായി 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് അൽ ഇദ്ഹാറുൽ ഹൽഖി, വ്യക്തമാക്കി വെളിവാക്കി ഉച്ചരിക്കുക. അതിന് 6 അക്ഷരങ്ങളാണുള്ളത്. അൽ ഹംസ വൽ ഹാ വൽ ഐൻ വൽ ഹാ വൽ ഗൈൻ വൽ ഖാ. രണ്ടാമത്തേത് അൽ ഇദ്ഗാം, ഒരക്ഷരം മറ്റൊരക്ഷരത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇദ്ഗാമിന് 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇദ്ഗാം ബിഗുന്ന, ഗുന്നത്തോടുകൂടി കൂട്ടിച്ചേർത്ത് ഓതുക. രണ്ടാമത്തേത് ഇദ്ഗാം ബിഗൈരി ഗുന്ന, ഗുന്നത്തില്ലാതെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗുന്നക്ക് 4 അക്ഷരങ്ങൾ, യൻമു എന്ന കലിമയിലുള്ള 4 അക്ഷരങ്ങൾ. ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ 2 അക്ഷരങ്ങൾ, അല്ലാം വറ. മൂന്നാമത്തെ നിയമം അൽ ഇഖ്ലാബ്, സുക്കൂനായ നൂനെ അല്ലെങ്കിൽ തൻവീനെ മീമ് ആക്കി മാറ്റി ഉച്ചരിക്കുക. ബ എന്ന അക്ഷരം മാത്രമാണ് അൽ ഇഖ്ലാബിനുള്ളത്. ബ എന്ന അക്ഷരത്തിന് മുമ്പായി സുക്കൂനായ നൂനോ തൻവീനോ വന്നാൽ ആ സുക്കൂനായ നൂനെ അല്ലെങ്കിൽ തൻവീനെ മീമാക്കി മാറ്റി ഉച്ചരിക്കണം. നാലാമത്തേത് അൽ ഇഖ്ഫ, നമ്മൾ അവസാനം പഠിച്ച നിയമം, മറച്ചു വച്ച് ഉച്ചരിക്കുക. ഗുന്നത്തോടുകൂടി മറച്ചു വച്ച് ഉച്ചരിക്കുന്നതിനാണ് തജ്വീദിൻ്റെ നിയമത്തിൽ അൽ ഇഖ്ഫ എന്ന് പറയുന്നത്. അതിന് 15 അക്ഷരങ്ങളാണ് നാം എണ്ണിയത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ പദ്യത്തിലെ ആ അക്ഷരങ്ങൾ നാം തിരഞ്ഞെടുക്കുക. സിഫ് ദ സന കം ജാദ ശഖ്സുൻ ഖദ് സമ ദും ത്വയ്യിബൻ സിദ് ഫീ തുഖ ദ ളാലിമ എന്ന ഈ വരിയിലെ അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഒന്നാമത്തെ ആ വരികളിൽ വന്നിട്ടുള്ള ആദ്യത്തെ അക്ഷരങ്ങൾ തിരഞ്ഞെടുത്താൽ നമുക്ക് ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 28 അക്ഷരങ്ങൾക്ക് മുമ്പായി വരുന്ന സുക്കൂനായ നൂനും തൻവീനുമാണ് നമ്മൾ ഈ നിയമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നൂനിന് സുക്കൂനായിരിക്കണം, അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് വരുന്നത് തൻവീനായിരിക്കണം. സുക്കൂനായ നൂനിന് ശേഷമാണ് നാം അക്ഷരങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ തൻവീനിന് ശേഷമാണ് അക്ഷരങ്ങൾ നോക്കുന്നത്. ആ തൻവീനിന് ശേഷം വരുന്ന അക്ഷരം ഏതാണ് എന്ന് നോക്കുകയും അത് ഏത് നിയമത്തിൽപ്പെട്ടതാണോ ആ നിയമം അനുസരിച്ച് ഉച്ചരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് സൂറത്ത് തക്വീർ അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് ഓതുകയും ആ നിയമങ്ങൾ അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശ് ശംസു കുവ്വിറത് وإذا النجوم انكدرت. അവിടെ സുക്കൂനായ നൂനിന് ശേഷം കാഫ് എന്ന അക്ഷരമാണുള്ളത്. കാഫ് എന്ന അക്ഷരം ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് മറച്ചു വെച്ചാണ് ഉച്ചരിക്കേണ്ടത്. ഇഖ്ഫ ചെയ്ത് ഉച്ചരിക്കണം.
وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت. ഇവിടെ ذنب സുക്കൂന നൂനിന് ശേഷം ബ എന്ന അക്ഷരം ഇഖ്ലാബിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അവിടെ സുക്കൂനായ നൂനിനെ മീമാക്കി ഉച്ചരിക്കണം. ദംബിൻ മീമാക്കി ഉച്ചരിക്കണം. സുക്കൂനായ നൂനിനെ മീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അവിടെ നമുക്ക് ഖുർആനിൽ ഒരു മീമിൻ്റെ അടയാളം കാണാൻ സാധിക്കും. അതിൻ്റെ വാല് താഴേക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ദംബിൻ ഖുതിലത്ത് തൻവീനു ശേഷം ഖാഫ് എന്ന അക്ഷരം ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ ഇഖ്ഫ ചെയ്ത് ഉച്ചരിക്കണം. ബിഅയ്യി ദംബിൻ ഖുതിലത്ത് വഇദ الصُّحُفُ نُشِرَتْ وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت. نفس ما തൻവീനു ശേഷം മീം എന്ന അക്ഷരമാണ്. മീം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. യൻമൂ എന്ന 4 അക്ഷരങ്ങളിൽ ആ കലിമയുടെ 4 അക്ഷരങ്ങളിൽ മീം എന്ന അക്ഷരം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇദ്ഗാം ചെയ്ത് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഇദ്ഗാം ചെയ്യുക എന്ന് പറഞ്ഞാൽ സുക്കൂനായ നൂനിനെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഓതണം, കൂട്ടിച്ചേർത്തുകൊണ്ട് ഓതണം. ആ ഓതുന്ന സമയത്ത് അവിടെ ഗുന്നത്ത് വെളിവാകുകയും വേണം. ഗുന്നത്തോടു കൂടിയാണ് ഉച്ചരിക്കേണ്ടത്. അലിമത് നഫ്സും മാ അഹ്ദറത് ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ് والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم. رسول كريم തൻവീനു ശേഷം കാഫ് എന്ന അക്ഷരം ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. إنه لقول رسول كريم ذي قوة عند ذي العرش مكين. قوة عند തൻവീനു ശേഷം ഐൻ എന്ന അക്ഷരമുണ്ട്. ഐൻ ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ആ തൻവീനെ വെളിവാക്കി വേണം നാം ഉച്ചരിക്കാൻ. ഖുവ്വത്തിൻ ഇൻദ സുക്കൂനായ നൂനിന് ശേഷം ദാലും വന്നിട്ടുണ്ട്. ദാൽ എന്നത് ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതായതുകൊണ്ട് അവിടെ മറച്ചു വച്ച് ഉച്ചരിക്കണം. ذي قوة عند ذي العرش مكين مطاع ثم أمين. مطاع ثم തൻവീനു ശേഷം ത എന്ന അക്ഷരം ഇഖ്ഫാഇൻ്റെ അക്ഷരമായതുകൊണ്ട് അവിടെ തൻവീനോടുകൂടി അവിടെ ഗുന്നത്തോടുകൂടി മറച്ചു വെച്ചാണ് ഇഖ്ഫാ ചെയ്താണ് നാം ഉച്ചരിക്കേണ്ടത്. മുതാഇ ثم أمين
وما صاحبكم بمجنون ولقد رآه بالأفق المبين وما هو على الغيب بضنين وما هو بقول شيطان رجيم شيطان الرجيم തൻവീനാണ് ഷൈത്താനിൻ അതിനുശേഷം വന്നിട്ടുള്ളത് റ എന്ന അക്ഷരമാണ്. അവിടെ ആ തൻവീനിൻ്റെ ഗുന്നത്ത് ഇല്ലാത്ത രൂപത്തിൽ കൂട്ടി യോജിപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. ഷൈത്താനിർ റജീം വമാ ഹുവ ബിഖൗലി ഷൈത്താനിർ റജീം ഫഅൈന തദ്ഹബൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. ഇൻ ഹുവ സുക്കൂനായ നൂനിന് ശേഷം ഹ എന്ന അക്ഷരമുണ്ട്. ഹ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ ആ സുക്കൂനായ നൂനിനെ വെളിവാക്കി വേണം ഉച്ചരിക്കാൻ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. ദിക്റുൻ ലിൽ ആലമീൻ തൻവീനിന് ശേഷം ലാം എന്ന അക്ഷരം അത് ഇദ്ഗാം ബിഗൈരി ഗുന്നയുടെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് മണിക്കാതെ ഗുന്നത്തില്ലാതെ കൂട്ടി യോജിപ്പിക്കണം. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. ലിമൻ ഷാഅ അവിടെ സുക്കൂനായ നൂനിന് ശേഷം ഷീൻ എന്ന അക്ഷരവും മിൻകും എന്നുള്ളതിൽ സുക്കൂനായ നൂനിന് ശേഷം കാഫ് എന്ന അക്ഷരവുമാണ്. ഇത് രണ്ടും ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതായതുകൊണ്ട് മണിച്ച് മറച്ചു വെച്ചുച്ചരിക്കണം. അതുപോലെ ഐ യസ്തഖീം സുക്കൂനായ നൂനിന് ശേഷം യാ എന്ന അക്ഷരമാണ്. യാ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതായതുകൊണ്ട് മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തു ഉച്ചരിക്കണം. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം വമാ തശാഊന ഇല്ലാ അൻ യശാഅ അല്ലാഹു റബ്ബുൽ ആലമീൻ. അൻ യശാ അല്ലാഹ് സുക്കൂനായ നൂനിന് ശേഷം വന്നിട്ടുള്ളത് യാ എന്ന അക്ഷരം. നേരത്തെ പറഞ്ഞതുപോലെ യാ എന്നത് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇതാണ് നൂനു സാക്കിന വ തൻവീനിൻ്റെ അഹ്കാമുകൾ. ഒന്ന് ശരിയായ രൂപത്തിൽ ഓതിപ്പടിച്ച് മനസ്സിലാക്കുക. നല്ല നല്ല ഖാരികളുടെ ഖുർആനുകൾ കേൾക്കുകയും ഈ നിയമങ്ങൾ അനുസരിച്ച് ഓതിപ്പടിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.